ദുരുദ്ദേശമുണ്ട് എന്ന അർത്ഥത്തിലാണ് BHPയുടെ ഹർജി അങ്ങോട്ട് പോയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ പോലെ ഈ ഇന്ത്യൻ എക്സ്പ്രസിന്റെ വാർത്തയാണ്, ഇത് ഒഫീഷ്യൽ ഡോക്യുമെന്റ് ഉണ്ടോ എന്ന കാര്യം അറിയില്ലെന്ന് ഞാൻ വീണ്ടും പറയുന്നു. പക്ഷേ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അത് കൂടുതൽ നിർദ്ദേശങ്ങളിലേക്ക് കടക്കുമായിരുന്നില്ലേ കോടതി എന്നൊരു സംശയം എന്റെ ഭാഗത്തുനിന്ന് ഉയരുന്നുണ്ട്. ശ്രീ ആനന്ദ് കൊച്ചുകൂടി എന്താണ് തോന്നുന്നത്? അല്ല, ഈ വാർത്ത ഉദ്ധരിക്കുന്ന വാർത്ത ഇത് ഇന്ത്യൻ എക്സ്പ്രസ് എന്നാണ് പറയുന്നത്. ഇത് കേരളത്തിൽ ഉള്ള ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് എന്ന മനോജ് കുമാർ സോന്താലിയുടെ പത്രമാണോ ഉദ്ദേശിക്കുന്നത്, അതെയോ ദില്ലിയിലെ ഇന്ത്യൻ എക്സ്പ്രസ് ആണോ ഉദ്ദേശിക്കുന്നത്? ദില്ലിയിലെ ഇന്ത്യൻ എക്സ്പ്രസ് ആണ്. ആ വാർത്ത ഞാൻ കണ്ടതാണ്. ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് അല്ലാതെ ഇന്ത്യൻ എക്സ്പ്രസിലെ ഏറ്റവും അവസാനം വന്ന ഇതിനെ കുറിച്ചുള്ള റിപ്പോർട്ട്, അതായത് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിൽ വന്ന റിപ്പോർട്ട്. ഓക്കെ, ഈ ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിൽ ഈ വാർത്തയുണ്ട്. കേരളത്തിൽ ഇന്ത്യൻ എക്സ്പ്രസ് കിട്ടില്ല. ഈ പത്രം ബോംബെ, കൽക്കട്ട, ഡൽഹി അതുപോലെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് കിട്ടുന്നത്. അപ്പൊ ഇന്നത്തെ പത്രം ഇപ്പൊ ഇതിപ്പോ പ്രീമിയം സബ്സ്ക്രിപ്ഷൻ എടുത്താൽ നമുക്ക് പത്രം വാട്സപ്പിൽ ഇവർ അയച്ചു തരും, അല്ലെങ്കിൽ ഇമെയിലിൽ അയച്ചു തരും. അപ്പൊ ഇന്നത്തെ പത്രത്തിൽ ഇതിനെക്കുറിച്ചൊരു ദീർഘമായിട്ടുള്ള റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ട് ഞാൻ വായിച്ചു. അതിൽ ഇപ്പോൾ ഈ ശ്രീ ഷാബു പ്രസാദ് പറയുന്നത് പോലെയുള്ള വ്യാഖ്യാനങ്ങളോ ആരോപണങ്ങളോ അങ്ങനെയുള്ള ഒരു കാര്യമേ ഇല്ല. അദ്ദേഹം വായിച്ച റിപ്പോർട്ട് ഞാൻ കണ്ടിട്ടുമില്ല. അതിനിപ്പോൾ എനിക്ക് വാട്സപ്പിൽ അയച്ചു തരുവാണെങ്കിൽ ഞാൻ വേണേൽ വായിച്ചിട്ട് പ്രതികരിക്കാം. പക്ഷെ ഇപ്പോഴത്തെ ഈ എൻ്റെ അറിവിൽ അങ്ങനെ ഒരു വാർത്ത ഇന്ത്യൻ എക്സ്പ്രസിൽ വന്നതായിട്ട് എനിക്കറിയില്ല. എന്തായാലും ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ശ്രീ ഷാബു പ്രസാദ് പറയുന്നത് രാമൻ എന്ന സിംഹം അക്ബറായി എന്നാണ്. എനിക്ക് നിലവിൽ അറിയാവുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ അക്ബർ രാമസിംഹനായിട്ടുണ്ട് കേരളത്തിൽ, അല്ലാതെ രാമസിംഹൻ അക്ബർ ആയിട്ടില്ല. അത് ഒരു നേതാവ് BJPയിൽ വന്നിട്ട് ഇപ്പോൾ അദ്ദേഹം എവിടെയാണ് എന്ന് എനിക്കറിയില്ല. ഒരു സിനിമാ സംവിധായകൻ അലി അക്ബർ ഇപ്പോൾ രാമസിംഹനായി എന്ന് കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഒരു പുഴ മുതൽ പുഴ വരെ എന്ന സിനിമയൊക്കെ ഇറക്കി. അത് BJPക്കാർ തന്നെ കാണാൻ ടിക്കറ്റ് എടുക്കാൻ കയറിയില്ല എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം കരയുന്നതൊക്കെ കാണാറുണ്ട്. പിന്നെ അദ്ദേഹത്തെക്കുറിച്ച് ഇപ്പോൾ പ്രത്യേകിച്ച് വാർത്തയൊന്നും കേട്ടിട്ടില്ല. ഞാനിത് പറഞ്ഞതിൻ്റെ ഉദ്ദേശം, ഈ ചർച്ച തന്നെ ഇത്രയും ഫ്രിവോലസ്, ഇത്രയും ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നത് കേരളത്തിലിരുന്ന്, അതും ഈ പ്രബുദ്ധ കേരളത്തിലിരുന്ന് ഇതൊക്കെ ചർച്ച ചെയ്യുന്നു എന്നുള്ളത് തന്നെ വളരെ പരിതാപകരമാണ്. പിന്നെ എനിക്ക് ശ്രീ ലാൽകുമാർ പറഞ്ഞതിനോട് ചില വിയോജിപ്പുകളുണ്ട്. അദ്ദേഹം ചില റൈഡേഴ്സൊക്കെ വെച്ചിട്ടാണ് പറയുന്നത്. അദ്ദേഹം ഒരു പ്രാക്ടീസിങ് അഭിഭാഷകനാണിപ്പോൾ. അതുകൊണ്ടായിരിക്കാം അദ്ദേഹം ജഡ്ജിയെ വിമർശിക്കാൻ ഇത്തിരി വിമുഖത കാണിക്കുന്നത്. എനിക്ക് വിമുഖത ഒന്നുമില്ല. ഞാൻ പറയുന്നത്, ഇപ്പൊ ഈ ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിക്കുക എന്ന് കേട്ടിട്ടുണ്ടല്ലോ. ഇപ്പോൾ ഈ കേസിൽ ശരിക്കും ജഡ്ജിക്കാണ് ഞാൻ ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുത്തുന്നത് ആ ജഡ്ജിയെയാണ്. അദ്ദേഹം ജഡ്ജി ഇത് കേട്ടിട്ട് ഇതിനെ ഒരു പിഴയിട്ട് ഇത് ശിക്ഷ വിധിച്ച് ഇങ്ങനെയുള്ള ഫ്രിവലസ് കേസുകൾ എൻ്റെ മുന്നിൽ കൊണ്ടുവരരുത്, അല്ലെങ്കിൽ കൊൽക്കത്ത ഹൈക്കോടതിയുടെ വിലപ്പെട്ട സമയം കളയരുതെന്നും പറഞ്ഞ് ശിക്ഷ ഇട്ട് അത് തള്ളിക്കളയായിരുന്നു ആ റിട്ട് പെറ്റീഷൻ ചെയ്യേണ്ടത്. അദ്ദേഹം ഇതിനെ വളരെ വളരെ സിമ്പത്തറ്റിക് ആയിട്ടൊരു ഹിയറിംഗ്, ഇതെന്താണ് ബംഗാളിന്റെ ചീഫ് സെക്രട്ടറിയോട് അല്ലെങ്കിൽ സ്റ്റാൻഡിംഗ് കൗൺസിലിനോട് ചോദിക്കുന്നുണ്ട്, എന്താണ് ഇതിൻ്റെ അകത്തെ പ്രശ്നം, എങ്ങനെയാണ് ഇത് ദൈവങ്ങളുടെ പേരിടുന്നത് ശരിയാണോ, ടാഗോറിന്റെ പേരിടുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഈ തിരിച്ച് ടാഗോറിന്റെ പേരിട്ടാൽ എന്താണ്, മഹാത്മാഗാന്ധിയുടെ പേരിട്ടാൽ എന്താണ്, ദൈവത്തിന്റെ പേരിട്ടാൽ എന്താണ്, അല്ലെങ്കിൽ സാക്ഷാൽ ജഡ്ജിയുടെ പേരിട്ടാൽ എന്താണ് കുഴപ്പം എന്ന് ചോദിക്കുകയായിരുന്നു ചെയ്യേണ്ടത്. ഇതിപ്പോ ജഡ്ജിമാർക്ക് പലപ്പോഴും ഈ ദൈവങ്ങളെ പോലെയാണ്. അവർക്ക് കോടതിയിൽ അവരുടെ ഹിയറിംഗിന്റെ സമയത്ത് അവർക്ക് എന്തും മൊഴിയാം, അവർക്ക് എന്തും പറയാം എന്ന രീതിയിൽ അവർ പറഞ്ഞുകൊണ്ടിരിക്കും. വക്കീലന്മാർ അതൊക്കെ കേട്ടുകൊണ്ടിരിക്കും, മറ്റുള്ളവരെല്ലാം കൈകൂപ്പി നിന്നുകൊണ്ടിരിക്കും. പക്ഷേ ഇതിൽ ഏറ്റവും വലിയ, ഈ കാര്യത്തിൽ ഏറ്റവും വലിയ ഒരു ഉത്തരവാദിത്തരാഹിത്യമായിട്ട് പെരുമാറിയത് ആ ജഡ്ജി തന്നെയാണ് എന്ന് ഞാൻ പറയും. പിന്നെ VHPക്കും മറ്റു പലർക്കും, മതഭ്രാന്തന്മാർക്കും ഇവിടെ വർഗീയത അല്ലെങ്കിൽ പലതരത്തിലുള്ള ഈ വർഗീയതയുടെ മാർഗത്തിൽ പോകുന്ന പലർക്കും, അതിപ്പോൾ ഹിന്ദുക്കളാകാം, ക്രിസ്ത്യാനികളാകാം, മുസ്ലിങ്ങളാകാം, ഇപ്പൊ കാസ എന്ന് പറയുന്ന സംഘടനയുണ്ട്, VHP എന്ന് പറയുന്ന സംഘടന അവര് ഒരു വശത്ത് സംഘപരിവാറിന്റെ ഒരു ഭാഗമായിട്ട് നിൽക്കുന്നു, മറുവശത്ത് ഇതുപോലെയുള്ള പല വിഷയങ്ങളിൽ ഇടപെട്ട് കുറെ കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കുന്നു. മറ്റ് സംഘടനകളുണ്ട്, മുസ്ലിം സംഘടനകളുണ്ടാവും. ഇതുപോലെ ഞാനിതിന് പറയുന്നത് ഈ ഹർട്ട് സെന്റിമെന്റ്സ് ഇൻഡസ്ട്രി എന്ന് പറയും.
അതായത് വികാരം വ്രണപ്പെടൽ വ്യവസായം, അതൊരു വ്യവസായമായി മാറിയിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ എല്ലാത്തിനും ആൾക്കാർക്ക് വികാരം അങ്ങോട്ട് വ്രണപ്പെടും. എന്തെങ്കിലും കേട്ടാൽ മതി. ഇപ്പോൾ ഒരാളുടെ പട്ടിയെ മറ്റൊരാളുടെ പേരിട്ട് വിളിച്ചാൽ അയാൾക്ക് ചിലപ്പോൾ അയാളുടെ വികാരം വ്രണപ്പെടും. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കത്തിക്കുത്ത് വരെ നടക്കുന്നു ഇതിൻ്റെയൊക്കെ പേരിൽ. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഈ ഹേർട്ട് സെന്റിമെന്റ്സ് ഇൻഡസ്ട്രി അത് നമ്മളിപ്പോഴും ഒരു മൂന്നാം ലോകം രാജ്യമായിട്ട് എന്തുകൊണ്ട് തുടരുന്നു എന്ന് വെച്ചാൽ ഇതൊക്കെ തന്നെയാണ് അതിന്റെ കാരണം നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് ഇപ്പോഴും ഈ ഉദാര മതികളായിട്ട് ലിബറലുകളായിട്ട് ചിന്തിക്കാൻ പറ്റുന്നില്ല. അവരൊന്നെങ്കിൽ വളരെ തീവ്രമായിട്ട് എന്തെങ്കിലും എന്ത് കാര്യത്തിലും മുറുകെ പിടിക്കുകയാണ് അവർ ചെയ്യുന്നത്. ഒന്നെങ്കിൽ രാഷ്ട്രീയമാകാം, അല്ലെങ്കിൽ മതമാകാം, അല്ലെങ്കിൽ ദൈവങ്ങളാകാം. ഇതിനെയൊക്കെ പിടിച്ച് ആൾക്കാർ അവരുടെ ഊർജം പാഴാക്കുന്നു. ഇതുപോലെയുള്ള ചർച്ചകൾ നടത്തുന്നു. ഇതുപോലെയുള്ള ചർച്ചകളിൽ വന്നിരുന്നിട്ട് അത് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്ന് പറയുന്നു. അത് എന്താ ദൈവത്തിന്റെ പേരാകാൻ പാടില്ല എന്ന് പറയുന്നു. ഇങ്ങനെയൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. ഇപ്പൊ ഹിന്ദു ഐക്യവേദിയുടെ നേതാക്കൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. കേരളത്തിൽ പോലും ഇങ്ങനെ സംസാരിക്കാൻ ആൾക്കാരെ കിട്ടുന്നു എന്നുള്ളത് വലിയ അത്ഭുതമാണ്. അപ്പോൾ ശ്രീ ഷാബു പ്രസാദ് പറയുമായിരിക്കും ഇവിടെ മുഹമ്മദ് എന്ന പേര് ചോദ്യപേപ്പറിൽ ഇട്ടതുകൊണ്ട് കൈവെട്ടിയെന്ന്. അത് പറഞ്ഞാൽ അത് പറയും എന്ന് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ തന്നെ പറയാം, അങ്ങനെ കൈവെട്ടിയ കാര്യം കേരളത്തിൽ നടന്നിട്ടുണ്ട്. അന്ന് തൊട്ടാണ് കേരളത്തിൽ ഇത്രയും വർഗീയത കൂടിയത്. BJPക്ക് അന്ന് തൊട്ടാണ് കേരളത്തിൽ വളരാനുള്ള സാഹചര്യം ഉണ്ടായത്. അതെല്ലാം ഞാൻ മാനിക്കുന്നു, അതെല്ലാം ശരിയാണ്. ഇങ്ങനെയുള്ള മതഭ്രാന്തന്മാരും വർഗീയവാദികളും എല്ലാ കൂട്ടത്തിലുമുണ്ട്. ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും എല്ലാം കൂട്ടത്തിലുണ്ട്. ഈ വർഗീയവാദികളെയെല്ലാം ഒറ്റപ്പെടുത്തി ഇവരെല്ലാം ഈ പാകിസ്ഥാനിലേക്ക് കടത്തിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാജ്യത്തേക്ക് നമുക്ക് ട്രെയിൻ കയറ്റി വിട്ടാൽ ഇന്ത്യ രക്ഷപ്പെട്ടേനെ. തീർച്ചയായിട്ടും ഞാൻ തിരികെ എത്താം ശ്രീ ആനന്ദ് കൊച്ചുകൂടി. ഒപ്പം മറ്റ് രണ്ട് പാനലിസ്റ്റുകളും രാഷ്ട്രീയമുണ്ടോ ഈ വിഷയത്തിനകത്ത് എന്നൊരു ചോദ്യം കൂടി ബാക്കിയാകുന്നുണ്ട്. അത് ബംഗാളിൽ സന്ദേശ് ഖാലി അടക്കമുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഉയരുന്ന പ്രതിഷേധങ്ങളുടെ കൂടെ പശ്ചാത്തലത്തിലാണ്. ആ ഒരു വിഷയത്തിലേക്ക് കൂടി കടന്നുകൊണ്ട് വേണമോ ഈ ഹർജി കോടതിയിൽ വന്നത് പരിശോധിക്കാൻ എന്നൊരു ചോദ്യം കൂടിയുണ്ട്. അതിലേക്ക് കൂടി വരാം വളരെ പെട്ടെന്ന്. ചെറിയ